ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊൽക്കത്ത. 2. തൃശ്ശൂർ നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു? രാമവർമ്മ ശക്തൻ തമ്പുരാൻ. മൂന്നാമത്തെ ചോദ്യം, ലോഹങ്ങളുടെ രാജാവ്. സ്വർണം. 4. ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നതെവിടെയാണ്? ബാംഗ്ലൂരിലാണ്. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് EP രാജഗോപാലാണ്. അടുത്ത ചോദ്യം, കേരള സർക്കാരിൻ്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? GV രാജ അവാർഡ്. 7ാമത്തെ ക്വസ്റ്റ്യൻ, 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 2026 ഏപ്രിൽ 9-നാണ്. 8ാമത്തെ ചോദ്യം, രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. 9ാമത്തെ ചോദ്യം, പ്രാചീന മലയാളം ആരുടെ രചനയാണ്? ചട്ടമ്പി സ്വാമികൾ. 10ാമത്തെ ചോദ്യം, രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തു നിന്നുള്ള വ്യക്തിയാണ്? ഒഡീഷ. 11. മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം മിസോറാമാണ്. 12ാമത്തെ ചോദ്യം ഒഴിവാക്കിയിട്ടുണ്ട്. 13. ഇന്ത്യയിലെ വാതോർജ്ജ നിലയം ലെംബ. 14. ഹിമാലയത്തിലെ ലവണ തടാകം രാഗാസ്. 15ാമത്തെ ചോദ്യം, പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയും സിന്ധു താഴ്വരയും ബന്ധിപ്പിച്ചിരുന്ന പാതയാണ് ഷാഹി പാത. 16. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാലയാണ് ദിഗ്ബോയ്. 17ാമത്തെ ചോദ്യം, ഝലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകമേതാണ്? വൂളാർ. ഝലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകമാണ് വൂളാർ. 18ാമത്തെ ചോദ്യം, സമാധാനത്തിൻ്റെ പാലം എന്നറിയപ്പെടുന്നത് അമാൻ സേതുവാണ്. 19. പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. 20. ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത് ധാർവാർ ശിലകളിലാണ്. 21ാമത്തെ ചോദ്യം, ഏത് സത്യാഗ്രഹത്തിൻ്റെ പ്രചാരണ സമയത്താണ് നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന വിളിപ്പേര് വല്ലഭായ് പട്ടേലിന് ലഭിച്ചത്? ബർദോളി സത്യാഗ്രഹം. 22. ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 23ാമത്തെ ചോദ്യം, ഡോക്ടർ KN രാജുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതാണ്? പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ, റിസർവ് ബാങ്ക് ഗവർണർ, അത് രണ്ടും തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ സ്ഥാപകനാണ്. ഓർഗനൈസേഷണൽ ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ എന്ന ആർട്ടിക്കിൾ രചിച്ചത് KN രാജാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലിയാണ്. തെറ്റായ പ്രസ്താവനകൾ ഏതാണ്? വ്യവസായികളും സംരംഭകരും ആസൂത്രണത്തിന് എതിരായിരുന്നു. ആഗോള മൂലധന നിക്ഷേപത്തിനായി വാദിച്ചു. ഈ രണ്ട് പ്രസ്താവനകളും തെറ്റാണ്. ശരിയായ പ്രസ്താവനകൾ, വ്യാവസായികവും സാമ്പത്തികവുമായ നിക്ഷേപങ്ങൾ രാഷ്ട്രം മുൻകൈ എടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. ആസൂത്രിത സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കി. അടുത്തത് 26ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നത് ആരാണ്? ക്യാപ്റ്റൻ ലക്ഷ്മി. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു? റാഫി അഹമ്മദ് കിദ്വായി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിൻ്റെ കാരണമാണ് വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കൽ, രാജ്യത്തിൻ്റെ ഐക്യം കാത്തുസൂക്ഷിക്കാൻ. 29ാമത്തെ ചോദ്യം, 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാസമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ഇന്ത്യയുടെ ഐക്യമെന്ന സങ്കല്പത്തിന് കരുത്തേകി പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളിലെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു. 30ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെ വിമർശകനായിരുന്ന വ്യക്തി ആരായിരുന്നു? C രാജഗോപാലാചാരി. ചൂഷണത്തിൽ നിന്നും മോചനം നേടാനുള്ള അവകാശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എഴുതുക. 2ഉം 4ഉമാണ് ശരിയായ പ്രസ്താവനകൾ. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സംരക്ഷണം ഉറപ്പാക്കുന്നു. അടിമത്തം, തക്കതായ പ്രതിഫലം നൽകാതെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കൽ എന്നിവ നിരോധിക്കപ്പെട്ടിരിക്കുന്നു.